വർമ്മ സാറിന് നേരെ അറ്റാക്ക് ഉണ്ടായെന്ന് എന്റെ PA വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വല്ലാതെ ഷോക്കായിപ്പോയി. എനിക്ക് ഏറ്റവും വലിയ വിഷമം അതല്ല സാർ. സദാശിവൻ സാറിന് അറിയാമല്ലോ, ഞാനും വർമ്മയും തമ്മില് കുറെ കാലമായി പിണക്കത്തിലായിരുന്നു. ആ പിണക്കം മാറി ഞങ്ങൾ രണ്ടുപേരും പഴയതുപോലെ ഒന്നായി. അങ്ങനെയാണ് ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തത്. എല്ലാ പിണക്കങ്ങളും മാറി ഇനിയുള്ള കാലം ഒരേ കുടക്കീഴിൽ പഴയ പോലെ സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയും വർമ്മ എന്നെ കെട്ടിപ്പിടിച്ച് അത് അംഗീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഇതുപോലൊരു ദുരന്തം സംഭവിച്ചത് എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു സാർ. ഈ മാവോയിസ്റ്റ് ആക്രമണം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? നോനോ, ഇനി അവരെങ്ങാണായിരിക്കോ? അവര് തന്നെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിരിക്കട്ടെ, ഇപ്പൊ വർമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വളരെ സങ്കടത്തോടെ പറയുന്നു സാർ, വർമ്മയുടെ നില വളരെ സീരിയസ് ആണ്. എന്ന് വെച്ചാ അംബിക വർമ്മ ഇരിക്കുമ്പോ പറയുന്നത് ശരിയല്ല. പക്ഷേ സാർ അറിഞ്ഞേ പറ്റൂ. ഞാൻ ഡോക്ടറുമായി വിശദമായി സംസാരിച്ചു. വർമ്മയ്ക്ക് ജീവഹാനിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ കിടക്കും. മാസങ്ങളോളം ട്രീറ്റ്മെന്റ് വേണ്ടിവരുന്നാ തോന്നുന്നത്. ഓ മൈ ഗോഡ്. ഹോസ്പിറ്റലിൽ നിന്ന് ആകെ തകർന്നും കരഞ്ഞും വരുന്ന ശ്രീമതി അംബിക വർമ്മയെ ഞാനാണ് നിർബന്ധിച്ച് വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. ഭരണകാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമല്ലേ സാർ? അതുകൊണ്ട് വർമ്മയുടെ സ്ഥാനത്തേക്ക് പകരക്കാരെങ്കിലും വേണ്ടേ? ഇത്ര ധൃതി പിടിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കണോ? വേണം സാർ. സാറ് എന്നെ തെറ്റിദ്ധരിക്കണ്ട. വർമ്മയുടെ പകരക്കാരനായി വരേണ്ടത് വാസ്തവത്തിൽ ഞാൻ തന്നെയാണ്. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല. വർമ്മയ്ക്ക് പകരക്കാരിയായി എന്തുകൊണ്ട് ശ്രീമതി അംബിക വർമ്മയെ വച്ചുകൂടാ? അയ്യോ, ഞാനതൊന്നും ആലോചിച്ചു പോലുമില്ല സാർ. ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷമാ അനന്തപിള്ള എന്നോടിത് പറയുന്നത്. ആ പറഞ്ഞത് സത്യമാട്ടോ. ഈ കാര്യം പറഞ്ഞാൽ അംബിക വർമ്മ എന്റെ കൂടെ വരില്ലായിരുന്നു. അല്ല, സാറെന്താ ഒന്നും മിണ്ടാത്തത്? കഴിവും പാരമ്പര്യവും വിദ്യാഭ്യാസവും ഏത് അളവുകോല് വെച്ച് അളന്നാലും